ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശാലിനിയോട് പറയുന്നു, നീ എന്റെ മകന്റെ ജീവിതം എറിഞ്ഞുടച്ചവളാണ്. അതുകൊണ്ട് തന്നെ ഇനി നീ എന്റെ മകന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിന്നെ കൊണ്ട് ഞാൻ പലതും ചെയ്യിച്ചിരിക്കും എന്ന് പറയുന്നത് കേട്ട് ശാലിനി, എന്താ സത്യാമ്മേ, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ സത്യഭാമ ശാലിനിയോട് പറഞ്ഞു, ഭാമേ, ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിന്റെ അനുജത്തി ശ്യാമയുടെ ജീവിതം വേണോ, അതോ നിനക്ക് നിന്റെ തോന്നിവാസത്തിന് നടക്കണോ? അതാണ് നീ ഇപ്പോൾ തീരുമാനിക്കേണ്ടത്. നീ ഇനി വിഷ്ണുവിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ നിന്റെ അനുജത്തിയുടെ ജീവിതം നീ തീരുമാനിക്കുന്നത് പോലെ തന്നെ നടപ്പിലാകും. പിന്നീട് എല്ലാ കാലത്തും അവരിവിടെ ഉണ്ടാകും. ഒരു വീട്ടിൽ താലിയണിഞ്ഞ 3 സ്ത്രീകൾ, അത് കാണാനും കേൾക്കാനും അത്ര രസമുള്ള കാഴ്ചയായിരിക്കില്ല എന്ന് സത്യഭാമ പറയുമ്പോ ആ വാക്കുകൾ കേട്ട് ശാലിനി ആകെ ഞെട്ടലോടെ സത്യാമേ എന്ന് വിളിച്ചു. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, അതെ, എനിക്ക് അത് തന്നെയാണ് നിന്നോട് പറയുവാനുള്ളത്. വിഷ്ണു അവൻ നിന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചാൽ പോലും നീ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിക്കൊള്ളണം. അതാണ് എനിക്ക് നിന്നിൽ നിന്ന് കിട്ടേണ്ട വാക്ക്. അങ്ങനെ ഒരു വാക്ക് നിനക്ക് തരാൻ കഴിയുമോ? ആ ഒരു തീരുമാനത്തിലേക്ക് നീ എത്തുകയാണെങ്കിൽ നിന്റെ അനുജത്തിയുടെ ജീവിതം സുരക്ഷിതമാകും. അത് കേട്ടതും എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ശാലിനിയെ നോക്കി സത്യഭാമ പറഞ്ഞു, ശരി, എന്നാൽ നിന്റെ തീരുമാനം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിന്റെ അനുജത്തിക്ക് ഇനി ഈ വീട്ടിൽ തന്നെ കഴിയാൻ മാത്രമാണ് വിധി എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ വാതിൽ തുറന്ന് റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പിന്നിൽ നിന്ന് വിളിച്ചു, സത്യാമ്മേ. പെട്ടെന്ന് തന്നെ സത്യഭാമ പിന്തിരിഞ്ഞു നോക്കി. ശാലിനി എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ നോക്കിയതും ശാലിനി പറഞ്ഞു, എനിക്ക് എന്റെ കൂടെപ്പിറപ്പിന്റെ ജീവിതമാണ് വലുത്. എനിക്ക് എന്റെ ശ്യാമയുടെ ജീവിതമാണ് വലുത്. ഞാൻ സമ്മതിച്ചു. ഞാൻ വിഷ്ണുവേട്ടനെ കാണാതെ ഇരുന്നോളാം. ഞാൻ അനുസരിച്ചോളാം. അത് കേട്ടതും സത്യഭാമ സന്തോഷത്തോടെ ശാലിനിയുടെ അരികിലേക്ക് എത്തി. ശാലിനിയോട് സത്യഭാമ പറഞ്ഞു, അവന് ഇക്കാര്യമൊന്നും അറിയുകയില്ല എന്നതുകൊണ്ട് തന്നെ അവനോട് ഒരു കാരണവശാലും ഇത് നീ പറയുകയും അരുത്. പിന്നെ അവൻ നിന്നെ കാണാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോഴൊക്കെ മനഃപൂർവ്വം നീ ഒഴിഞ്ഞു മാറിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയോട് തനിക്ക് സത്യം ചെയ്ത് തരുവാനായി സത്യഭാമ ശാലിനിക്ക് നേരെ കൈനീട്ടി. വാക്ക് എന്ന് ചോദിച്ചതും ശാലിനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നോക്കുമ്പോ സത്യഭാമയുടെ ആ ചോദ്യത്തിനു മുന്നിൽ തന്നെ അനുജത്തിയുടെ ജീവിതം തകർന്നുടയരുത് എന്ന ആഗ്രഹത്തോടെ ശാലിനി സത്യഭാമയ്ക്ക് വാക്ക് നൽകുന്നു. വാക്ക് സത്യാമ്മേ എന്ന് ശാലിനി പറയുമ്പോ, നീ ഈ വാക്ക് തെറ്റിച്ചാൽ ആ നിമിഷം ഈ സത്യാമ്മയുടെ വാക്കും മാറും എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു. ശാലിനി പറഞ്ഞു, ഒരിക്കലുമില്ല സത്യാമ്മേ, ഞാനത് തെറ്റിക്കില്ലെന്ന് പറയുമ്പോ ശാലിനിയുടെ മുഖം തന്റെ നേരെ നീട്ടിക്കൊണ്ട് സത്യഭാമ പറഞ്ഞു, അതെ, ഈ വ്യവസ്ഥ, നീയും ഞാനും തമ്മിലുള്ള ഈ വ്യവസ്ഥ നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. വിഷ്ണുവോ നിന്റെ അമ്മയോ നിന്റെ സഹോദരങ്ങളോ ആരും ഈ ഒരു കാര്യം ഒരു കാരണവശാലും അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഈ സത്യഭാമ പറഞ്ഞതുപോലെ തന്നെ നടപ്പിലാകും എന്ന് ശാലിനിയോട് സത്യഭാമ ഭീഷണി ഉയർത്തി. അത് കേട്ടതും ഒന്നും മിണ്ടാതെ ശാലിനി പറഞ്ഞു, ഇല്ല സത്യാമ്മേ, ഇക്കാര്യം ഒരു കാരണവശാലും ആരും അറിയില്ല എന്ന് ശാലിനി വാക്ക് നൽകുമ്പോ സത്യഭാമ പറഞ്ഞു, എന്നാ ശരി, നല്ല മിടുക്കി കുട്ടിയായി ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ മുടിയൊക്കെ ഒന്ന് മാറ്റി മുഖമൊക്കെ ഒന്ന് റെഡിയാക്കി നേരെ ഇരുത്തിയിട്ട് ഒരു ദേഷ്യത്തോടെ ഒന്ന് ശാലിനിയെ നോക്കിയിട്ട് അവിടെ നിന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയ്ക്കായി എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ ശാരികയും ശ്യാമയും ശാലിനിയോട് സംസാരിച്ചിട്ട് സത്യഭാമ പുറത്തേക്ക് വരുന്നതിനായി പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ശാലിനി സത്യാമ്മയുടെ സംസാരമെല്ലാം കേട്ടതിന് ശേഷം ആകെ മനസ്സ് തകർന്ന വേദനയോടെ തന്റെ കുഞ്ഞിനെ തന്റെ കൈകൾ കൊണ്ടൊന്ന് ചേർത്ത് പിടിച്ച് ആ ബെഡിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വന്ന് ശ്യാമയെ കണ്ടിട്ട്, ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുഖത്ത് ഒരു ഉമ്മയും കൊടുത്ത് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങുന്നു. സത്യഭാമ പോകുന്നത് കണ്ട് ശാരികയും ശ്യാമയും എന്താണ് അവർ ശാലിനിയോട് സംസാരിച്ചത് എന്ന ആശങ്കയിൽ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും സത്യഭാമയുടെ കാർ അവിടുന്ന് പോയി കഴിയുമ്പോൾ ശാലിനി പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറ് അങ്ങ് ദൂരേക്ക് പോകുന്നത് ശാലിനി അങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാരിക അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താടി വാതിലടച്ചിട്ട് അവര് നിന്നോട് പറഞ്ഞത്? ഇത് കേട്ട ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കേട്ടതും ശ്യാമയ്ക്കും ശാരികയ്ക്കും ആകെ സംശയമായി. നല്ലത് മാത്രം എന്ന് പറഞ്ഞാൽ ആർക്ക് നല്ലത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, എല്ലാവർക്കും നല്ലത്.
അത് കേട്ട ഉടനെ ശ്യാമ ശാലിനിയെ പിടിച്ചു നിർത്തി. എന്നിട്ട് ചോദിച്ചു, കുഞ്ഞേച്ചി സത്യം പറ, എന്താ സത്യമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ശാലിനി ശ്യാമയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം മറ്റെന്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞു. ശ്യാമ തന്റെ മുന്നിൽ നിൽക്കുമ്പോ ശ്യാമിയുടെ മുഖത്തൊന്ന് തലോടി പുഞ്ചിരിയോടെ ശാലിനി തന്നോട് സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വേദനയോടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോകുന്നു. ആ കാഴ്ച കണ്ടതോടെ ശ്യാമയ്ക്ക് ശാരീരികം കാര്യങ്ങൾ മനസ്സിലായി. മനസ്സ് വേദനിക്കുന്നത് പോലെ എന്തോ ആണ് സത്യാമ്മ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയവർ എന്തായിരിക്കും സത്യാമ്മ പറഞ്ഞതെന്ന ആശങ്കയിൽ അങ്ങനെ നോക്കിയിരുന്നു. ഉടനെ ശാലിനി ഒന്നും മിണ്ടാതെ പതുക്കെ ആ ഹോട്ടലിലേക്ക് ചെന്ന് കയറുമ്പോൾ ശാലിനിയുടെ മനസ്സിലേക്ക് സത്യാമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കടന്നു വന്നു. തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതും വിഷ്ണുവിനെ ഒരു കാരണവശാലും കാണുകയോ സംസാരിക്കുകയോ ഇല്ല എന്ന് ശാലിനിയെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് സത്യാമ്മ മടങ്ങിയപ്പോ ശാലിനി ആ വാക്ക് നൽകേണ്ടി വന്നത് തന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം തകരാതിരിക്കാനായി. അവൾക്ക് വേണ്ടി താൻ പറഞ്ഞ കള്ളങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി ശാലിനി തന്റെ പ്രാണന്റെ പ്രാണനായ വിഷ്ണുവേട്ടനെ കാണുകയില്ല എന്നും സംസാരിക്കുകയില്ല എന്നും സത്യാമ്മയ്ക്ക് വാക്ക് നൽകേണ്ടി വന്ന ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് വിഷമത്തോടെ ശാലിനി ഇരുന്നു. ശാലിനി കുടുംബശ്രീ ഹോട്ടലിലും വീട്ടിലുമായി അങ്ങനെ മാറി മാറി നിമിഷങ്ങളും ദിവസങ്ങളും അങ്ങനെ കഴിച്ചുകൂട്ടി. ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത് വിഷ്ണുവും ശാലിനിയും ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങളും ശാലിനിയിലേക്ക് വിഷ്ണു അടുത്തു തുടങ്ങിയതും വിഷ്ണുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ശാലിനി തന്നെ സ്നേഹിച്ചതും പിന്നീട് ശാലിനിയോടൊപ്പം ഒരുമിച്ച് യാത്ര പോയതും ശാലിനിയോടൊപ്പം താൻ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിട്ടതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ശാലിനിയെ കുറിച്ച് വിഷ്ണു ഓർമ്മിക്കുന്നു. അതിനുശേഷം ശാലിനി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സത്യാമ്മ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് താൻ ഗർഭിണിയാണെന്ന് അന്ന് സത്യമായിട്ടും താൻ ഗർഭിണിയായിട്ട് പോലും അന്ന് ആ സത്യം തിരിച്ചറിയാതെ സത്യാമ്മയോട് കളവ് പറഞ്ഞു എന്ന ധാരണയിൽ തന്നെ സീമന്ത ദിവസം ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ശാലിനി ഓർമ്മിക്കുന്നു. സത്യാമ്മ വീട്ടിലെത്തി തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതും ശാലിനി വേദനയോടെ ഓർത്തിരുന്നു. വിഷ്ണു ശാലിനിയെ കാണാതെയും സംസാരിക്കാതെയും ഇരിക്കണമെന്ന് സത്യാമ്മ തന്നെ കൊണ്ടും സത്യം ചെയ്യിച്ചതിന്റെ വേദനയിൽ വിഷ്ണുവും ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. ആകെ സങ്കടത്തോടെ അവർ ഓരോ ദിവസങ്ങളും കഴിച്ചുകൂട്ടി. അവസാനം വിഷ്ണുവിന് സഹിക്കാനാകാതിരുന്ന ആ ദിവസം വിഷ്ണു ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി ആകെ സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ കോൾ വരുന്നത് കണ്ട് ശാലിനി കോൾ എടുക്കണോ വേണ്ടിയോ എന്ന് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. അതിനുശേഷം ശാലിനി ആ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോ വിഷ്ണു ചോദിച്ചു, എടോ ശാലിനി, ഹലോ എന്ന് വിളിച്ചതും ശാലിനി ഹലോ വിഷ്ണുവേട്ടാ എന്ന് സംസാരിച്ചു. ഉടനെ വിഷ്ണു ചോദിച്ചു, എടോ താനിത് എവിടെയാ, താൻ എന്താ ഫോൺ എടുക്കാത്തത്, ഉച്ച മുതൽ ഞാൻ വിളിക്കുകയാണല്ലോ എന്ന് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞതും ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, എടോ എനിക്ക് തന്നെ കാണണം. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ അത് ശരിയാവില്ല, സത്യാമ്മ പറഞ്ഞത് കേട്ടില്ലേ, വിഷ്ണുവേട്ടനും ഞാനും തമ്മിൽ കാണരുതെന്നല്ലേ സത്യാമ്മയുടെ വിലക്ക് എന്ന് ശാലിനി ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എടോ അതൊന്നും സാരമില്ല, അമ്മ അറിയാതെ കാണാവല്ലോ എന്ന് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ CCTV ക്യാമറ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, എടോ CCTV ക്യാമറയുടെ കണ്ണൊളിപ്പിക്കാനുള്ള വഴികളൊക്കെ പലതും ഉണ്ട്, അത് തനിക്കറിയില്ലേ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ അതെങ്ങാനും സത്യാമ്മ കണ്ടെത്തിയാലോ, സത്യാമ്മ അതറിഞ്ഞാലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഇല്ലടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടാ ഞാൻ ഒരിക്കലും അവിടേക്ക് മടങ്ങി വരരുത് എന്നാണോ വിഷ്ണുവിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചതും വിഷ്ണു ചോദിച്ചു, എടോ താൻ എന്താ ഈ പറയുന്നത്? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ വിഷ്ണുവേട്ടാ, ശ്യാമയുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ സന്തോഷമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യാമ്മയുടെ നമ്മുടെ കാര്യം അവതരിപ്പിക്കാം, അപ്പോ സത്യാമ്മ സമ്മതിക്കും, അതാണ് എന്റെ പ്രതീക്ഷ വിഷ്ണുവേട്ട, ആ പ്രതീക്ഷയിലാണ് ഞാനും ഇവിടെയുള്ള എല്ലാവരും കഴിയുന്നത് എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, എടോ അതൊക്കെ ശരി തന്നെ, പക്ഷെ താനൊരു കാര്യം മനസ്സിലാക്ക്, ഞാനിപ്പോ തന്നെ വിളിക്കുന്നത് എനിക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടാ നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു, കാണാമെന്നോ, എങ്ങനെ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാമല്ലോ, കാണാമല്ലോ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ശരി വീഡിയോ കോൾ എങ്കിൽ വീഡിയോ കോൾ, പക്ഷെ എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നോ അപ്പൊ ഞാൻ വീഡിയോ കോൾ വിളിക്കും, ആ നിമിഷം താൻ കോൾ എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഏത് പാതിരാത്രിയാണെന്ന് പോലും ഞാൻ നോക്കില്ല,
അപ്പൊ തന്നെ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ശരി 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 വിഷ്ണുട്ടാ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരുന്നത് കേട്ട് ശാലിനി പറഞ്ഞു, വിഷ്ണുട്ടാ, ഞാൻ വിഷ്ണുവേട്ടൻ വിളിക്കുമ്പോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് വിഷ്ണു ചോദിച്ചു, അതിരിക്കട്ടെ, താൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ. ശാലിനി ആകെ സങ്കടത്തോടെ ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു ചോദിച്ചു, എടോ, തനിക്ക് എന്നെ കാണുന്നില്ലേ എന്ന് ചോദിച്ചതും ശാലിനി മനസ്സിൽ പറഞ്ഞു, വിഷ്ണുവേട്ടാ, എനിക്ക് കാണുന്നുണ്ട്, പക്ഷേ എന്റെ കൂടപ്പിറപ്പായ ശ്യാമയുടെ ജീവിതം, അവളുടെ ജീവിതം തകർന്നു പോകാൻ പാടില്ല വിഷ്ണുവേട്ടാ, അതുകൊണ്ടാണ് എന്ന് ശാലിനി മനസ്സിലങ്ങനെ പറയുമ്പോ വിഷ്ണു പറഞ്ഞു, എടോ, താൻ ഫുഡ് കഴിച്ചോ എന്ന് അന്വേഷിച്ചു. കഴിച്ചില്ല വിഷ്ണുവേട്ടെന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് വീണ്ടും വിഷ്ണു പറഞ്ഞു, എന്നാലേ താൻ ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് വിഷ്ണു പറഞ്ഞു. ഉടനെ വിഷ്ണുവോട് ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല എന്ന് വിഷ്ണു മറുപടി നൽകിയതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടനും സമയത്ത് ഭക്ഷണം കഴിക്കണം. ശരി എന്ന് രണ്ടുപേരും അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ വിഷ്ണു ആകെ നിരാശയോടെ ഇരുന്നു. ശാലിനി എപ്പോഴേക്കും വിഷ്ണുവിനോട് മനഃപൂർവ്വം കളവുകൾ പറയുന്നതിന്റെ സങ്കടത്തിൽ, വേദനയിൽ ശാലിനി ആ സങ്കടങ്ങളെല്ലാം നെഞ്ചിലൊതുക്കി അങ്ങനെ ഇരുന്നു. പിറ്റേന്ന് പൂജാമുറിയിൽ ശാലിനി പ്രാർത്ഥനയോടെ വന്നു നിൽക്കുന്നു. അങ്ങനെ 2-3 മാസങ്ങൾ കടന്നുപോയി. ശാലിനി പൂർണ്ണ ഗർഭിണിയായ ആ നിമിഷത്തിൽ ശാലിനിയെ ഓരോ തവണയും വിഷ്ണു ഫോൺ ചെയ്യുന്നു. വിഷ്ണുവേട്ടൻ വന്ന് തന്നെ കണ്ടാൽ താൻ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നുള്ള ആശങ്ക കൂടി ആ ഫോൺ വിളിയിലൂടെ, വീഡിയോ കോൾ ചെയ്യുന്നതിലൂടെ ഇല്ലാതാകുന്നു. വിഷ്ണുവും ശാലിനിയും കൂടി അങ്ങനെ തോന്നുന്ന സമയത്തെല്ലാം വീഡിയോ കോൾ ചെയ്യുകയും രണ്ടുപേരും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വിഷ്ണു ഒത്തിരി സന്തോഷത്തോടെ ശാലിനിയെ കണ്ട് സംസാരിച്ച് രണ്ടുപേരും ഫോൺ വെക്കുന്നു. അതിനുശേഷം ശാലിനിയെ കണ്ട് അങ്ങനെ ഫോണിലൂടെ മാത്രമുള്ള സംസാരവും കൂടിക്കാഴ്ചയും ഒക്കെ അങ്ങനെ തുടർന്നു. പിന്നീട് വിഷ്ണു ആകെ നിരാശയോടെ ശാലിനി തന്റെ അരികിലില്ലാത്തതിന്റെ വേദനയിൽ ഒരു ദിവസം തനിച്ച് ആ ഹാളിലേക്ക് വന്നങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു ഓരോന്നും ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് അരികിലേക്ക് പിള്ളാച്ചൻ ഒരു കവർ ലെറ്ററുമായി എത്തി. പിള്ളാച്ചൻ വന്ന് പറഞ്ഞു, അതെ വിഷ്ണു കുഞ്ഞ്, ശാലിനി കുഞ്ഞിന്റെ പേരിൽ ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനതങ്ങ് ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് അറിയിച്ചു. ഉടനെ വിഷ്ണു അത് പിടിച്ചു വാങ്ങിച്ചു. UPSC കമ്മീഷനിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശാലിനി മോളുടെ IAS എന്തോ കാര്യമാണ് തോന്നുന്നത് എന്ന് അറിയിച്ചു. അത് പിന്നെ ഇങ്ങോട്ടല്ലാതെ മറ്റെവിടേക്കാ പോവുക അല്ല മോനെ എന്ന് പിള്ളാച്ചൻ ചോദിച്ചത് കേട്ട് വിഷ്ണു വേഗം പറഞ്ഞു, എന്നാ പിള്ളച്ചേട്ടൻ ഇതൊന്ന് തുറന്നു വായിക്കേ എന്ന് പറഞ്ഞതും പിള്ളച്ചൻ വേഗം അത് തുറന്ന് വായിച്ചു. എന്നിട്ട് വളരെ സന്തോഷത്തോടെ പിള്ളച്ചൻ നിൽക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു, എന്താ എന്താ പിള്ളച്ചേട്ടാ? ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെ, സിവിൽ സർവീസില് 2 വർഷത്തേക്ക് ട്രെയിനിങ്ങിന് ചെല്ലാൻ ശാലിനി കുഞ്ഞിനുള്ള ഓർഡർ ആയത്, അതും ഉത്തരാഖണ്ഡില് 2 വർഷത്തേക്കുള്ള ട്രെയിനിങ്ങിന് പോകാൻ. അത് കേട്ടതും വിഷ്ണു ചോദിച്ചു, അപ്പോ ആ 2 വർഷം കഴിഞ്ഞ് എന്റെ ശാലിനി കളക്ടർ അല്ലേ പിള്ളച്ചേട്ടാ എന്ന് ചോദിച്ചതും അതെ കുഞ്ഞെ അതെ എന്ന് സന്തോഷത്തോടെ പിള്ളാച്ചൻ പറഞ്ഞു. ഞാനിത് എങ്ങനെയും അവിടെ എത്തിക്കട്ടെ എന്ന് പിള്ളാച്ചൻ ചോദിച്ചതും വിഷ്ണു വേഗം പിടിച്ചു വാങ്ങിച്ചു. അത് വേണ്ട, ഇത് ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം, ഇത് കൊണ്ടേ കൊടുക്കേണ്ട ആള് ഞാൻ തന്നെയാ എന്ന് വിഷ്ണു പറഞ്ഞപ്പോഴേക്കും ഉടനെ പിള്ളാച്ചൻ ചോദിച്ചു, അല്ല കുഞ്ഞെ, കുഞ്ഞവിടേക്ക് പോകരുതെന്നും ശാലിനി കുഞ്ഞിനെ കാണരുതെന്നുമല്ലേ സത്യാമ്മയുടെ വിലക്ക് എന്ന് ചോദിച്ചത്. വിഷ്ണു ചോദിച്ചു, ഇത്രയും നാളും അമ്മ പറയുന്നതെല്ലാം അനുസരിച്ചല്ലേ ഞാൻ നിന്നിട്ടുള്ളൂ, ഇനി ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അത് നേരിട്ടോളാം, എന്തായാലും ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി ശാലിനിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഈ കാഴ്ച വേദനയോടെ വിഷ്ണുവിന്റെ സ്നേഹവും ശാലിനിയോടുള്ള ആ സ്നേഹവും ഒക്കെ കണ്ടുനിന്ന പിള്ളാച്ചൻ വിഷ്ണു പോകുന്നത് നോക്കി നിൽക്കുന്നു. അതിനുശേഷം ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അങ്ങനെ റൂമിലിരിക്കുകയാണ്. വിഷ്ണുവേട്ടനെ കാണാനായി വല്ലാതെ മനസ്സ് കൊതിക്കുന്നുണ്ട്. കുഞ്ഞെ വാവയ്ക്കും തോന്നുന്നില്ലേ കുഞ്ഞിന്റെ അച്ഛനെ കാണാനും ഈ വയറ്റിലേക്ക് ചേർന്ന് അച്ഛൻ കിന്നാരം പറയുന്നത് കേൾക്കാനും വാവയ്ക്ക് ആഗ്രഹമില്ലേ? പക്ഷേ ഒരു കാര്യം കൊണ്ട് വാവ ഭാഗ്യവതിയാണ് കേട്ടോ, മറ്റൊന്നുമല്ല, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന് അച്ഛ എന്ന് കുഞ്ഞിന്റെ അച്ഛനെ ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. പക്ഷെ അച്ഛന്റെ തൊടാം, അച്ഛന്റെ അടുത്ത് ചെന്നിരിക്കാം, അച്ഛന്റെ കൂടെ കിടക്കാം, അച്ഛൻ ഉറങ്ങുന്ന അതേ വീട്ടിൽ കുഞ്ഞിനും കിടന്നുറങ്ങാം, ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാം. എന്നാൽ ഈ അമ്മയ്ക്ക് മാത്രം അങ്ങനെ ഒരു യോഗം ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണുവിന്റെ ഫോൺ കോൾ ശാലിനിയുടെ ഫോണിലേക്ക് എത്തി. വിഷ്ണു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ശാലിനിയെ വിളിക്കുമ്പോൾ
കോള് ശാലിനി പെട്ടെന്നെടുത്തു. വിഷ്ണുവിന്റെ കോള് കണ്ടതും താൻ വിളിക്കുമ്പോഴൊക്കെ കോൾ എടുക്കണം എന്നുള്ള ആ നിബന്ധനയുള്ളതിനാൽ ശാലിനി വേഗം വിഷ്ണുവിന്റെ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും ഹലോ വിഷ്ണുവേട്ടാ എന്ന് വിളിച്ച് ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, എടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു താൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആ വണ്ടി വേഗം ഒതുക്കി. എന്നിട്ട് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, എടോ ഞാൻ അങ്ങോട്ട് വരിക. ഇത് കേട്ടതും ശാലിനി ചോദിച്ചു, എങ്ങോട്ട്? എടോ തന്റെ വീട്ടിലേക്ക്, അല്ലാതെ എങ്ങോട്ടാ എന്ന് വിഷ്ണു ചോദിച്ചതും ഇങ്ങോട്ടോ എന്ന് വിഷ്ണു ആകെ ആശങ്കയോടെ ചോദിച്ചു. വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ എന്താടോ എന്ന് ചോദിച്ചതും ശാലിനി പെട്ടെന്ന് ഓർത്തു, ദൈവമേ വിഷ്ണുവേട്ടൻ വന്നാൽ എന്റെ വയറ് വിഷ്ണുവേട്ടൻ കാണില്ലേ എന്ന് ശാലിനി ഇങ്ങനെ ആശങ്കപ്പെട്ടതും ഉടനെ ശാലിനി പറഞ്ഞു, അയ്യോ വിഷ്ണുവേട്ടാ CCTV എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, എടോ CCTV കാണാത്ത വഴിയിലൂടെ താൻ വന്നാ മതി, എന്താ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ അത് ശരിയാവില്ല എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എടോ തനിക്ക് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം, എന്താണ് തന്റെ പ്രശ്നം എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു. ശാലിനി അപ്പോഴേക്കും വയറ് തടവിക്കൊണ്ട് പറഞ്ഞു, വിഷ്ണുവേട്ടൻ വന്നാൽ ഞാൻ ഗർഭിണിയാണെന്ന് വിഷ്ണുവേട്ടൻ അറിയും, അത് തന്നെയാ വിഷ്ണുവേട്ട പ്രശ്നം എന്ന് ശാലിനി മനസ്സിൽ പറയുമ്പോൾ വിഷ്ണു ചോദിച്ചു, എടോ നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ട് എത്ര നാളായടോ, താൻ എന്റെ ഭാര്യയല്ലേടോ എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു. ശാലിനി പറഞ്ഞു, അതെ വിഷ്ണുവേട്ടാ, പക്ഷേ വിഷ്ണുവേട്ടാ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു, 2 ദിവസം കൂടി കഴിഞ്ഞാലോ, താൻ എന്തായി പറഞ്ഞത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ നമ്മൾ തമ്മിൽ കാണുന്നുണ്ടെന്നുള്ള കാര്യം സത്യം എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്യാമയുടെ ഡെലിവറിയാണ്. അതിനുശേഷം കുഞ്ഞ് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ സത്യാമ്മയോട് നമുക്ക് കാര്യങ്ങൾ പറയാമല്ലോ. ഇത്രയൊക്കെ കാത്തിരുന്നിട്ടും ഈ പഠിക്കൽ കൊണ്ടുവന്ന് കല ഉടയ്ക്കണം വിഷ്ണുവേട്ടാ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു, എടോ അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ എനിക്ക് നമ്മുടെ ജീവിതമാണ് വലുത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, എടോ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതിനാ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, നമ്മുടെ ജീവിതത്തെക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല വിഷ്ണുവേട്ടാ എന്ന് ശാലിനി പറയുമ്പോ വിഷ്ണു വേഗം താൻ എടുത്തോണ്ട് വന്ന ലെറ്റർ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, എന്നാലേ എടോ തനിക്ക് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോകാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്, അത് തരാനാ ഞാൻ വരുന്നത്. തനിക്ക് ഈ സിവിൽ സർവീസിന്റെ ട്രെയിനിങ് ഒന്നും വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി ആ ചോദ്യം കേട്ട് തനിക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ള ഓർഡർ വന്നു എന്ന് കേട്ട് ആകെ സ്തംഭിച്ചങ്ങനെ നിൽക്കുന്നു.